തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പുറത്തുവിട്ട പ്രീപോൾ സർവേ ഫലം വ്യാജമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വ്യാപകമായി സർവേ ഫലം പ്രചരിപ്പിക്കുകയായിരുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയത് ചട്ടലംഘനമാണെന്നതിനാൽ ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ.ഡി.എക്ക് മുൻതൂക്കമെന്ന സർവേ ഫലമാണ് ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നതുവരെ പ്രീപോൾ ഫലം പങ്കുവെക്കരുതെന്ന് സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവുണ്ട്. ഇത് ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടത്. സംഭവം വിവാദമായതോടെ ശ്രീലേഖ പോസ്റ്റ് പിൻവലിച്ചു. ശ്രീലേഖ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറയുന്നുണ്ട്. മറ്റാര് ചെയ്യുന്ന കുറ്റത്തെക്കാളും ഗൗരവമുള്ള കുറ്റമാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കി ശ്രീലേഖ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടാണിത്. രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നും മന്ത്രി പറഞ്ഞു. വ്യാജ സർവേ ഫലം നിർമ്മിച്ചത് ബി.ജെ.പി ഓഫീസിൽ വെച്ചാണെന്നാണ് റിപ്പോർട്ട്. 4 ദിവസം മുൻപാണ് ശ്രീലേഖ പ്രീപോൾ സർവേ ഫലം പുറത്തുവിട്ടത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടലംഘനത്തിൽ ഇടപെടുകയായിരുന്നു. സൈബർ പോലീസിനോട് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എച്ച് ഷാജഹാൻ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടലിന് പിന്നാലെ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. പ്രീപോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ നടപടി വിവാദമായത്. ജനഹിതം ഇങ്ങനെയാകട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു അന്ന് പോസ്റ്റ് പങ്കുവച്ചത്. വിജയിച്ചാൽ അയോഗ്യയാക്കാൻ പോലും സാധ്യതയുള്ളതാണ് ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച ശ്രീലേഖയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് LDFന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള പോസ്റ്ററുകളിൽ പേരിനൊപ്പം IPS ഉപയോഗിച്ചതടക്കമുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ശ്രീലേഖയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ചും ശ്രീലേഖ രംഗത്ത് വന്നിരുന്നു.